കസ്തൂരി മഞ്ഞളിന്റെ ക്രീം കളറാണ്. മാങ്ങായിഞ്ചിക്ക് ഒരു അല്പം കൂടെ മഞ്ഞ കളറാണ്. പിന്നെ മണത്തിനും വ്യത്യാസമുണ്ട്. മണത്ത് നോക്കാം കേട്ടോ. ഒരു മാങ്ങയുടെ മണം വരുന്നുണ്ട്. ഞാൻ ഇടുക്കിയിലെ കമ്പളികണ്ടത്ത് ശ്രീ നെല്ലിക്കുന്നേൽ തോമസിന്റെ കൃഷിയിടത്തിലാണ്. നെല്ലിക്കുന്നേൽ തോമസ് ധാരാളം വ്യത്യസ്തങ്ങളായ കൃഷികൾ നടത്തുന്ന ഒരു കർഷകനാണ്. ഇതെന്തായി പറിക്കുന്നേ? ഇത് മാങ്ങായിഞ്ചിയാണ്. മാങ്ങായിഞ്ചി, ചിലർ ഇഞ്ചി മാങ്ങാന്ന് പറയും. ഇതാണ് മാങ്ങായിഞ്ചി. ഇത് കസ്തൂരി മഞ്ഞളും ഇതും തമ്മിൽ വ്യത്യാസമുണ്ടോ? കസ്തൂരി മഞ്ഞൾ തമ്മിൽ ഇത് വ്യത്യാസമുണ്ട്. ഇതിന്റെ കളർ അല്പം കൂടെ മഞ്ഞ കളറായിരിക്കും. ഇത് കാണ്ട മുറിച്ച് കഴിയുമ്പോ മഞ്ഞ കളറുണ്ട്. മറ്റേ ക്രീം കളറായിരിക്കും. ഓ ശരി. കസ്തൂരി മഞ്ഞളിന്റെ ക്രീം കളറാണ്. മാങ്ങായിഞ്ചിക്ക് ഒരു അല്പം കൂടെ മഞ്ഞ കളറാണ്. പിന്നെ മണത്തിനും വ്യത്യാസമുണ്ട്. മണത്ത് നോക്കാം കേട്ടോ. ഒരു മാങ്ങയുടെ മണം വരുന്നുണ്ട്. ഇത് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇത് കറി ഹൗസിന് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എളുപ്പത്തില് തേങ്ങയൊക്കെ വെച്ച് ചമ്മന്തി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പല സേവനത്തിനൊക്കെ നല്ലതെന്ന് പറയുന്നു. ശരി. അങ്ങനെ എന്തോരം നട്ടിട്ടുണ്ട് ഇവിടെ? ഇത് ഒരു 5 സെന്റ് സ്ഥലത്ത്. ശരി. ഇത് നടുന്നെങ്ങനാ? ഇതിന്റെ വിത്ത് സാധാരണ ഇഞ്ചിയാണെന്ന് മഞ്ഞളാണെന്ന് പോലെ നട്ടാൽ മതി. ഇതിന്റെ ചെറിയ വിത്തുകൾ നട്ടാൽ മതി. ചെറുതാണെങ്കിൽ പോലും നല്ല വിളവാണിത്. നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം ഇതിനെല്ലാം കൃഷി ചെയ്യാനുള്ളത്. ശ്രീ തോമസ് എത്ര നാളായിട്ട് നടത്തുന്നു? ഞാനിപ്പോ ഇതൊക്കെ 2 വർഷമായിട്ടുള്ളൂ. അപ്പൊ മാങ്ങായിഞ്ചി, കസ്തൂരി മഞ്ഞളൊക്കെ നടത്തുന്നുണ്ടോ? മഞ്ഞളുണ്ട്, ഇഞ്ചിയുണ്ട്. അതെല്ലാം കുറേശ്ശേ ഉള്ളൂ. അപ്പൊ ഇഞ്ചിയും മഞ്ഞളും മാത്രമല്ല, മാങ്ങായിഞ്ചിയും കസ്തൂരി മഞ്ഞളും ഒക്കെ ഉണ്ട്. കൂവയുണ്ട്, നീലക്കൂവയുണ്ട്, ആറോ റൂട്ടുണ്ട്. ഇതിന്റെയൊക്കെ മാർക്കറ്റിംഗ് ഇതല്ല, അതൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാ. കൂടുതലില്ല, വീട്ടാവശ്യത്തിന് വേണ്ടി. അപ്പൊ ഈ മാങ്ങായിഞ്ചി ഒരു കാലഘട്ടത്തില് ചമ്മന്തിയൊക്കെ അരച്ച് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അപൂർവമായിട്ടുള്ള അച്ചാറിന് നല്ല ഡിമാൻഡാണ് ഇതിന്റെ. ശരി. പലയിടത്തും ഇത് അച്ചാറുകാരൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇത് കൊടുക്കാനുണ്ടല്ലോ? കൊടുക്കാനുണ്ട്. വിത്താവശ്യത്തിന് കൊടുക്കാനുണ്ട്. അപ്പൊ എന്തായാലും കമ്പളികണ്ടത്ത് നെല്ലിക്കുന്നേൽ തോമസിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് വിത്താവശ്യത്തിനുള്ള മാങ്ങായിഞ്ചി, അതോടൊപ്പം തന്നെ കസ്തൂരി മഞ്ഞൾ, ഇഞ്ചി, മഞ്ഞൾ, കൂവ എല്ലാം കൊടുക്കാൻ പറ്റും. വിത്താവശ്യം കൊടുക്കാൻ പറ്റും. ഒരുപാട് സന്തോഷം.